അപ്പോൾ നാളെ നമ്മുടെ ഈ സമൂഹൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആട്ടോ. അപ്പോൾ കുറച്ച് വിപുലമായിട്ട് തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ തലേന്ന് നമ്മളിങ്ങോട്ടേക്ക് ഇറങ്ങി വന്നാട്ടോ. രാത്രിയിൽ എന്തായി പരിപാടികൾ, അവിടെ നിന്ന് കുറച്ച് പാട്ടൊക്കെ കേട്ടു. അപ്പോൾ ഓർത്തൊന്ന് ഇറങ്ങി വന്ന് നോക്കിയേക്കാം. അന്ന് അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ദേണ്ട കുറച്ച് കസിൻസൊക്കെ വന്നിട്ടുണ്ട്. ആളൊരു ഡയറി മിൽക്കൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇയാൾക്കാട്ടോ നാളെ 1 വയസ്സാകാൻ പോകുന്നത്. അപ്പോൾ പോറ്റിക്കൊച്ച കയ്യിലിരുന്ന് വലിയ വായിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് അവനെ കളിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ കുറച്ച് വേറെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നാളെ ഫംഗ്ഷന് വരാൻ പറ്റാത്ത കുറച്ച് ടീംസ് കൊണ്ട് അവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരകത്തിരുന്ന് ഫുഡ് കഴിക്കുന്നു. അപ്പം ഞാൻ നേരെ ഇതിങ്ങോട്ട് അകത്തോട്ട് ചെന്ന് പറഞ്ഞു, ആഹാ ഞങ്ങളുടെ വീഡിയോ എടുക്കാൻ വേണ്ടി വരുവാണോ എന്നൊക്കെ ചോദിച്ച് എന്നെ കുറേ കളിയാക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞിന് ഫസ്റ്റ് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ്. വല്യമ്മ മേടിച്ചു കൊടുത്താട്ടോ. അപ്പം അത് തലേന്നേ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഗസ്റ്റ്. തലേന്നേ വന്നിട്ട് പോകുന്ന ഗസ്റ്റാണ് കേട്ടോ ഇവർ. പിറ്റേന്ന് വരാൻ സമയമില്ല, അതുകൊണ്ടാണ് തലേന്ന് വന്നത്. ഈ കിട്ടിയ ഗിഫ്റ്റ് എന്താണെങ്കിലും കുഞ്ഞിനങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ നേരം അതിൻ്റെ മണ്ടയിലൊക്കെ കയറി കിടന്ന് കളിയും ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ നേരമൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നാൽ ഇനിയിപ്പോൾ നാളെ വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു കേട്ടോ. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കിന് പിന്നെ ഞങ്ങൾ ഒന്നുകൂടെ വന്നപ്പോൾ ആൾ ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പോഴത്തേക്കിന് അവർ ഈ ബലൂൺസൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നത് കുറച്ച് ലേറ്റായിട്ടാണ്, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതൊന്നും. പിന്നെ എന്താണേലും തിരിച്ചു പോയി ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കിന് ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട്, വൈകിട്ടായിരുന്നു കേട്ടോ, 7 മണിക്കായിരുന്നു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആകുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ 2 പേരെ അങ്ങ് സെറ്റാക്കി നിർത്താമെന്ന് വിചാരിച്ചു. പിന്നില്ലെങ്കിൽ അത് വിഷയമാണല്ലോ, അതുകൊണ്ട് 2 പേരെ ഞാൻ റെഡിയാക്കി നിർത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കിന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ നമ്മുടെ അനിയൻകുട്ടിന്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞ് പോവാണ്. എല്ലാരും ഇറങ്ങി. അങ്ങനെ അവിടുത്തെ ഷോയും വേലയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തേക്ക് പോയിട്ടോ. അപ്പോൾ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോട് കുറച്ച് നേരം നിന്ന് കത്തിയൊക്കെ അടിച്ചു. ശേഷം ഞങ്ങൾ പിന്നെ വെളിയിലോട്ട് വന്നു. കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് നിന്നു. അവിടെ എന്തെങ്കിലുമൊക്കെ ഷോ കാണിക്കണമല്ലോ. അങ്ങനെ അവിടത്തെ കുറേ നേരം നിന്ന് ചുറ്റിക്കറങ്ങി. അപ്പോഴത്തേക്കിന് ഓരോരുത്തരൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ ഞങ്ങളിങ്ങനെ സ്വാഗതം ചെയ്തുകൊണ്ട് നിന്നു. ഇതൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാരാട്ടോ. അപ്പം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നേരെ ചെന്നാൽ കയറി കൊടുത്താൽ മതി. അങ്ങനെ കുറേ നേരം എല്ലാവരോടും അടുത്ത ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം വാചകമൊക്കെ അടിച്ചുകൊണ്ട് നിന്നിട്ട് പിന്നെയും വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി. ഇതാണ് നമ്മുടെ കുഞ്ഞാപ്പിയുടെ അമ്മച്ചേത്താട്ടോ. അവൻ കുറേ നേരം അവിടെ കയ്യിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വിളിച്ചിട്ടൊന്നും വന്നില്ല, കാരണം കുറച്ച് വയലൻ്റ് ആയിരുന്നു ആൾ. പിന്നെ നമ്മൾ എന്താ പറയുക, അകത്ത് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങി അവിടെ ഇവിടെയൊക്കെ നിന്നിങ്ങനെ ചുറ്റിക്കിറങ്ങി നിന്ന്. കാരണം എല്ലാവരും വന്നു കഴിഞ്ഞിട്ടല്ലേ ഫംഗ്ഷൻ തുടങ്ങത്തുള്ളൂ. അപ്പം കേക്കൊക്കെ കൊണ്ടുവരാറായിട്ടുണ്ട്. കേക്കിനൊരു പണി പറ്റി കേട്ടോ. കൊണ്ടുവന്നപ്പോഴത്തേക്കിന് 2 ലെയർ കേക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ലെറ്റേഴ്സൊക്കെ ഒന്ന് മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരത്തു നിന്നാണ് വന്നത്. അപ്പോൾ പിന്നെ അതൊന്ന് കൊടുത്തു വിട്ടു. ഇവിടെ അടുത്തേക്ക് ഒന്നും കൂടെ സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത് കേക്കൊക്കെ കട്ട് ചെയ്യാൻ. പറഞ്ഞതിലും കുറച്ചുകൂടെ താമസിച്ചു കേട്ടോ. പിന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞാപ്പിക്ക് ഒരു മോതിരമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാർട്ടിക്കാരൊക്കെ, അവരുടെ അത്ത പാർട്ടിയുടെ ഒരു വലിയൊരാളാട്ടോ. അങ്ങനെ പാർട്ടിക്കാരൊക്കെ കുറേ പേര് വരുന്നുണ്ടായിരുന്നു. അവരൊക്കെ വന്നത് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റാക്കി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അതിനിടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏകദേശം എല്ലാവരും വന്നു കഴിഞ്ഞു. അപ്പോഴത്തേക്കിനൊന്ന് കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞു തുടങ്ങി. കാരണം ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും തിരിച്ചു പോകാൻ പാടാണല്ലോ.
അതുകൊണ്ട് എല്ലാവരും കട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെന്താണെങ്കിലും വന്നു, സംഭവം സെറ്റാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. കേക്ക് കൊണ്ടുവന്ന രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഒന്ന് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ള വിചാരത്തിൽ. കാരണം എല്ലാവർക്കും തിരിച്ച് വീട്ടിൽ പോകണമല്ലോ. കാരണം 7 മണിക്കെന്ന് ഫംഗ്ഷൻ പറഞ്ഞിട്ട് ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ എല്ലാവരും കുറച്ച് ദൂരെ നിന്നൊക്കെ വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പോകണമല്ലോ, അതാണ് സംഭവം. നമുക്കൊന്നും പിന്നെ പോകേണ്ട, തൊട്ട് മേളിലായതുകൊണ്ട് എപ്പോൾ വേണേലും പോയാൽ മതിയല്ലോ. അപ്പം നമുക്കൊന്നും വിഷയമില്ല. അങ്ങനെ ദുബായ് പൊക്കി എടുത്തോണ്ട് നമ്മുടെ ഇഷാമോളും വന്നിട്ടുണ്ട്. പൊക്കാൻ പറ്റത്തില്ല എങ്കിലും അവൾക്കതൊരു സന്തോഷമാണ്. അതുകൊണ്ട് പൊക്കിക്കൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്ക്. എന്നിട്ടും അതൊന്നും ശരിയായിട്ടില്ല. കണ്ടോ, ആ ലെറ്റേഴ്സൊക്കെ ഒന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. വന്ന വഴിക്ക് എന്തോ സംഭവിച്ചാട്ടോ. അങ്ങനെ ഫംഗ്ഷൻ തുടങ്ങാൻ റെഡിയായി എല്ലാം വന്ന് നിൽപ്പുണ്ട്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഐശ്വര്യമായിട്ട് കറണ്ട് അങ്ങ് പോയി. എന്നാലും നമ്മളിവിടെ ഇല്ലല്ലോ, നമ്മളല്ലേ ആൾക്കാർ. അപ്പം നമ്മളെല്ലാവരും കൂടെ അങ്ങ് പാട്ട് തുടങ്ങി. എന്നിട്ട് പിന്നെയും കേക്ക് കട്ടിങ് തുടങ്ങി കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ശേഷം കേക്കൊക്കെ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ്. പിന്നെ കുറച്ച് ദൂരെയുള്ള കസിൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അവരെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും മാറി അങ്ങോട്ട്. കാരണം എല്ലാവർക്കും തിരിച്ചു പോകണമല്ലോ. ഇപ്പോൾ തന്നെ ഓൾറെഡി 8:30-9 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. സഹറായും കൊണ്ട് അമ്മ വെളിയിലോട്ടൊന്ന് ഇറങ്ങി കേട്ടോ. അവളും ഇടയ്ക്കൊന്ന് വയലൻ്റായി. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നു. അത് അവിടെ നിന്ന് എല്ലാവരും കഴിക്കുന്നുണ്ട്. നമ്മളും അതിനിടയ്ക്ക് കിട്ടിയതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം പിന്നെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും. കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് തന്നെ കേട്ടോ നമ്മൾ ഈ അടിച്ചു കയറ്റുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് നമ്മളിങ്ങനെ കഴിക്കണമല്ലോ. കട്ടിങ് മാത്രം നടന്നാൽ പോരല്ലോ, തീറ്റയും കൂടെ നടക്കണ്ടേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങി. കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മളിറങ്ങിയില്ല, നമ്മൾ ലാസ്റ്റാണ് ഇരുന്നത്. അപ്പോൾ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ബിരിയാണി ആയിരുന്നു കേട്ടോ, ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ സൈഡായിട്ട് സാലഡും അച്ചാറും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിക്കുന്ന ധൃതിയിലാണ്. നമ്മളും അവിടെ ഒരു റൗണ്ടൊക്കെ വന്ന് നോക്കിയിട്ടൊക്കെ പോയി. സഹറാപ്പിക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, നിങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് നിൽപ്പുണ്ട് ആൾ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഓടി നടന്ന് ചുറ്റിയിട്ടൊക്കെ വന്നു. അപ്പം ഇതാണ് ഫുഡ്. പിന്നെ നമ്മുടെ ഫാമിലി എല്ലാവരും കൂടി ഇരുന്നൊരു ഫോട്ടോ എടുത്തു, ഫാമിലി ഫോട്ടോ. അപ്പം എല്ലാ ഫംഗ്ഷൻസിനും ഇങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട് കേട്ടോ. 19 പേരുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ ഫാത്തിമയ്ക്കൊരു ലെഗ് പീസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നോക്കി ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ എൻ്റെ പാത്രത്തിൽ നോക്കി കഴിച്ചു കേട്ടോ. അപ്പോൾ കഴിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പം അവിടെയും കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയതൊക്കെ അടുക്കി പറക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. സഹറ സൈക്കിളിലൊക്കെ കയറിയിരുന്ന് കുറച്ച് നേരമൊക്കെ കളിച്ചു കേട്ടോ. കുഞ്ഞുങ്ങൾക്കെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ ബർത്ത്ഡേ പോയി ഉറങ്ങിക്കഴിഞ്ഞു. കാരണം മണി 11 ആയിട്ടുണ്ട്. അപ്പം കുഞ്ഞിനുറക്കം വന്നു, കുഞ്ഞുറങ്ങി. പരിപാടി എന്ത് നടന്നോട്ടെ എന്നുള്ള രീതി കുഞ്ഞുറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും പോയി, മേളി വീട്ടിലാണ് പോയത്. അവിടെ കുറച്ച് പേരും കൂടെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ വെളിയിൽ നിന്ന് കുറച്ച് കളിയൊക്കെ കളിച്ചിട്ട് പിന്നെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ശേഷം പിറ്റേ ദിവസം കേട്ടോ ഞങ്ങൾ പിന്നെയും ചുമ്മാ ഒന്ന് ലാത്തി വെക്കാൻ വേണ്ടിയിട്ട് കയറി ചെന്നു. അപ്പം അവിടെ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. കാരണം കുറേ ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്നും പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ കാണാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളിത് എല്ലാവരും കൂടി ഇരുന്ന് ഗിഫ്റ്റ് പാക്കുകളെല്ലാം ഒന്ന് പൊട്ടിച്ച് നോക്കുമായിരുന്നു കേട്ടോ. സ്വന്തമായിട്ട് തന്നെ കുഞ്ഞു പൊട്ടിക്കുകയാണ്. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ പൊട്ടിക്കാമെന്നുള്ള രീതിയിൽ. അവന് ഗിഫ്റ്റ് ഒന്നും വേണ്ട, അവൻ്റെ മണ്ടയ്ക്കത്തെ കവർ പിച്ച് കീറിയാൽ മാത്രം മതിയായിരുന്നു കേട്ടോ. അപ്പം ഗിഫ്റ്റുകളൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം പൊട്ടിച്ച് അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.